രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൽ വീണ്ടും ഹൈക്കോടതി ഇടപെടൽ. വാർഡ് വിഭജനത്തിലെ അപാകത സംബന്ധിച്ച് രാമന്തളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ഇടക്കാല ഉത്തരവ്. രാമന്തളി പഞ്ചായത്തിലെ വാർഡ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമാകുമെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് CS ഡയസാണ് രാമന്തളിയിലെ വാർഡ് വിഭജനം സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് നൽകിയത്. രാമന്തളിയിലെ കോൺഗ്രസ് നേതാക്കളായ PV സുരേന്ദ്രൻ, VV ഉണ്ണികൃഷ്ണൻ എന്നിവർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി, രാമന്തളി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത്. ആ സ്കെച്ച് നോക്കിയാൽ ഏതൊരു ആളുകൾക്ക് മനസ്സിലാകും ഒരു വാർഡിൻ്റെ അവസ്ഥ. ഏഴിമലയുടെ ടോപ്പ് റോഡും തുടങ്ങി കുഞ്ഞിമംഗലത്തിൻ്റെ അതിർത്തിയായ പുതിയ പുഴക്കര വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗം മുഴുവൻ ഒരു വാർഡിൻ്റെതാക്കിയെടുത്തു. അതുപോലെ തന്നെ വാർഡ് ക്രമീകരിക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറെ കോർണറിൽ നിന്ന് തുടങ്ങി ക്ലോക്ക് വൈസിൽ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് തങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കണം എന്നുള്ള മുൻ ധാരണ പ്രകാരം 5-ാം വാർഡ് കഴിഞ്ഞ് 6-ഓ 7-ഓ വാർഡുകൾ ആയി വരേണ്ടുന്ന പ്രദേശം അവിടെ മാറ്റി നിർത്തി രാമന്തളി ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്കേ അതിർത്തി കൂടി കടന്നുപോയി തിരിച്ചു വരുമ്പോൾ 16-ാം വാർഡിൻ്റെ ഭാഗമായി ചേർക്കുകയും അതിൽ തങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം ശേഖരിക്കുകയും ചെയ്തു. വാദികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് TV ജയകുമാർ നമ്പൂതിരി, സർക്കാർ അഭിഭാഷകൻ, സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നിവരുടെ വാദങ്ങൾ കേട്ട ശേഷമാണ് രാമന്തളിയിലെ വാർഡ് വിഭജന വിജ്ഞാപനം കോടതിയുടെ അന്തിമവിധിക്ക് വിധേയമാകുമെന്ന് കോടതി ഉത്തരവിട്ടത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനം തികച്ചും അശാസ്ത്രീയപരമായിട്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തിയത്. കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് കലക്ടർക്കും തിരുവനന്തപുരത്തും പരാതി നൽകിയിരുന്നു. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി വിജ്ഞാപനം നൽകുകയും അന്തിമ വിജ്ഞാപനം വരികയും ചെയ്തത്. എതിർകക്ഷികൾക്ക് അവരുടെ സത്യവാങ്മൂലങ്ങളുണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. നേരത്തെ എരമംകുറ്റൂർ പഞ്ചായത്ത്, നടുവിൽ പഞ്ചായത്ത്, കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വാർഡ് വിഭജനം സംബന്ധിച്ചും ഹൈക്കോടതി സമാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.